ലോക്ക് ഗൈസ്. പേടിച്ച ഇത്തിരി ഉച്ചത്തിലൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. എവിടെ പുതിയ കമ്മലാണേ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബിഗ് ബോസ് റിവ്യൂയിലേക്ക് പോകാം. ബിഗ് ബോസ് റിവ്യൂയിൽ നമ്മുടെ ആറ്റം ബോംബ് ഐറ്റമാണ് വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് വരുന്നതെന്നൊരു കിംവദന്തിയുണ്ട്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചീക്കരട്ടണ്ണൻ വൈൽഡ് കാർഡ് എൻട്രിയിൽ അകത്തേക്ക് പോവുകയാണ്. ശനിയാഴ്ചത്തേക്ക് ഞാൻ കേട്ട വെയിറ്റിംഗ്. ഹീ ഷുഡ് ഗോ ഇൻ വാച്ച് ഹിസ് സിസ്റ്റർ. പോകുന്നതിന് മുമ്പേ നല്ല 1ാം ക്ലാസ് പാരയൊക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ എന്തൊരു നടക്കുമെന്തോ. എന്തായാലും സീക്രട്ട് എണ്ണൻ അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ 2 times അല്ല 4 times എ ഡേ വെച്ച് ഞാൻ തരുന്നതായിരിക്കും. ബിക്കോസ് ഐ വോണ്ട് ഡു എനി സോർട്ട് ഓഫ് വീഡിയോസ്. ഓൺലി ബിഗ് ബോസ്, ഓൺലി ബിഗ് ബോസ്, ഓൺലി ബിഗ് ബോസ്. സീക്രട്ട് എണ്ണൻ അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ തള്ള എന്തരുടെ ഈ പെങ്കൊച്ച് അതിനകത്ത് കിടന്ന് ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ കണ്ടില്ലേ? യോ എന്തരാണോ എന്തോ കൊച്ചു കൊള്ളാം കേട്ടാ. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു അത്യാവശ്യം ഫെമിനിസം ഒക്കെ ഉള്ള ഒരാളുണ്ട്. ആളുടെ പേരാണ് അണ്ണൻ രഘു അണ്ണൻ. അണ്ണൻ രഘു അണ്ണൻ കൊല്ലക്കാരെ മുഴുക്ക കുറ്റം പറയണ്. അണ്ണ കൊല്ലക്കാര് ഭയങ്കര കുഴപ്പമാണ്, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഹായ് പ്രീത പെണ്ണുങ്ങൾ ഇങ്ങനെ ആയി പോയത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ജാസ്മിൻ ചേച്ചി അവിടെ കിടന്ന് ഒച്ചയിടുന്നതിൻ്റെ കാര്യകാരണ സഹിതം പുള്ളിക്കാരൻ പറയുന്നത് കൊല്ലത്തുള്ള ആണുങ്ങളൊക്കെ പിഴയായത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നടന്ന് ഒച്ചയിടുന്നതെന്ന്. എന്തായാലും കൊള്ളാം. ഈ കൊല്ലക്കാരുടെ കഥയോ പെരിങ്കഥയോ ഒക്കെ അവിടെ നിൽക്കട്ടെ. കൊല്ലം എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ ഒന്നുമല്ല, ഇറ്റ്സ് എ വെരി ബിഗ് ഏരിയ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്ക് അതൊരു ബൃഹത്തായ വിഷയമാണ്, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊല്ലത്തും തിരുവനന്തപുരത്തുള്ള ആണുങ്ങളുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് ഗർജിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഓക്കെ എന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് അവിടുത്തെ ആണുങ്ങളൊക്കെ കുഴപ്പമായത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു വർത്തമാനം പറയണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. യെസ് ഓഫ് കോഴ്സ്. ഇച്ചിരി മര്യാദയായിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഗബ്രിയോട് സത്യം പറഞ്ഞാൽ കടപ്പാടുള്ളവരായിരുന്നിരിക്കണം. കാരണം ഗബ്രി ഇവളെ പിടിച്ച് അവിടെ ഇരുത്തിയിരുന്നപ്പോൾ എത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. പടച്ചോനെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നു. ഇന്നലെ തുണി കഴുകണ ഒരു ഷോ ഉണ്ടായിരുന്നു, ടാസ്ക്. തുണി കഴുകി അവസാനം തുണി കഴുകി മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ അണ്ണനാണ് അവിടെ ഇരുന്നുണ്ട്. ജിൻഡോ അണ്ണൻ നോക്കിയപ്പം ഒക്കെ പ്രശ്നമുള്ള തുണികളാണ്, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജിൻഡോ അണ്ണ ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് നോക്കും. എന്നിട്ട് പറയും ഇത് ശരിയല്ല, ഇതിനകത്ത് ഈ മൂലയിൽ ആ അറ്റത്ത് ഒരു നൂല് വിട്ട് നിൽക്കുന്നുണ്ട്, ഇത് പറ്റത്തില്ല, എടുത്ത് നീക്കി വെക്കും. അങ്ങനെ ജിൻഡോ അണ്ണ ഒന്നൊന്നായിട്ട് എല്ലാം നീക്കി വെച്ചപ്പോൾ ഗബ്രി അണ്ണച്ചിക്കും നമ്മുടെ ജാസ്മിൻ അക്കച്ചിക്കും ദേഷ്യം വന്നു. പിന്നെ ഒരു കഷ്ടപ്പെട്ട് പാഠിയെ പോലെ പണിയെടുത്തുണ്ടാക്കിയ സാധനത്തിന് ഇത്ര പോലും വാല്യൂ ഇല്ലാതെ നീക്കി വെക്കുന്നുണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. ഈ ദേഷ്യത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാമോ? പച്ചത്തെറി അത്ര തന്നെ, ചെറ്റ എന്നാണ് വിളിച്ചത്. ചെറ്റ തെറിയാണെന്ന് വെച്ചാൽ ഈ ചെറ്റയുടെ ഒരു തെറിയുടെ ഒരു ശാസ്ത്രം, ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലഘട്ടങ്ങളിൽ ഈ ഉച്ചനീചത്വം എന്നൊരു രീതിയുണ്ട്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഉച്ചനീചത്വത്തിൽ നിന്നാണ് ഈ ചെറ്റ എന്ന വാക്ക് പറഞ്ഞത്. ചെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരാണ് ചെറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിൻഡോയുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ഒരു കൺസിഡറേഷൻ വെച്ചിട്ടായിരിക്കണം ഗബ്രി തെറി വിളിച്ചിട്ടുണ്ട്. ഗബ്രിയുടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇച്ചിരി സാമ്പത്തിക നിലവാരമുള്ള വീട്ടിലൊരു ചെറുക്കനാണ്. അവൻ ചെറ്റ എന്ന് ജിൻഡോയെ വിളിച്ചപ്പോൾ ജിൻഡോയുടെ സാമ്പത്തിക ഇതായിട്ടാണ്, ഇത് എൻ്റെ കാൽക്കുലേഷനാണ് കേട്ടോ, ചരിത്രത്തിൽ അങ്ങനെയാണ്. ചെറ്റക്കുടലിൽ വന്നവൻ ചെറ്റ, പണക്കാരന്മാരുടെ ഒരു യൂസ് ചെയ്യുന്ന ഒരു മോഡൽ തെറിയാണ് ഈ ചെറ്റ എന്നത് കൊണ്ടുള്ളത്. അപ്പം ചെറ്റയുടെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചെറ്റക്കുടലിൽ നിന്ന് വന്ന ജിൻഡോ നീ ഒരു ചെറ്റയാണ് എന്നാണ് അങ്ങേര് പറഞ്ഞത്. ചെറ്റ എന്നൊക്കെ നീ നിൻ്റെ തന്തയെ പോയി വിളിയടാന്ന് അങ്ങേര്. അതൊരു ന്യായമായ കാര്യമല്ലേ? നിന്നെ വിളിച്ചാൽ നിങ്ക മീനിങ്ങ പോയാൽ ചേച്ചിക്ക് ചാകര. എക്സാക്ട്ലി. നമ്മൾ പിന്നെ 4 നേരം 1 മണിക്കൂർ ഇടപെട്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് റിവ്യൂ കാണാൻ പറ്റും. 10 മിനിറ്റ് ആയിട്ട് ഞാൻ ലൈവിൽ തന്നെ വന്ന് നിങ്ങൾക്ക് ആ റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. 10 മിനിറ്റ്സ് ഇടവേളകളിൽ ഞാൻ നിങ്ങൾക്ക് വന്ന് ആ റിവ്യൂ തരുന്നതായിരിക്കും. സെറ്റ് പോടാ, നീ അതിനകത്ത് പോടാ, നിന്നെ വലിച്ചു കീർന്നാരി ഞാൻ ഏറ്റ്. അതാര് വന്നിരിക്കുന്ന ഷൈനബാ ചേച്ചി, നിങ്ങൾ എന്താ സംഭവം? നിഗ്ഗ എന്തുവടാ ബാസിത്ത് ആസീമേ, ഇതെന്തൊരു പേരടാ? അബ്ദുൽ ബാസിത്ത് അസീം. കൊല്ലംകാരുടെ ബ്ലഡിൽ ഉള്ളതാ വയലൻസ്. എല്ലാവരുടെ ബ്ലഡിലും ഉണ്ട് വയലൻസ്, എല്ലാവരുടെ ബ്ലഡിലും ഉണ്ട്. ഇത് വയലൻസ് അല്ല, ഇത് ചന്തമേരിയെ പോലെ കിടന്ന് കൂക്കി വിളിക്കുന്നു. എന്താ സംഭവം എന്നല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് ജട്ടിയും പാടിയും കൊണ്ടുവച്ച്
ജട്ടി ബാഡി എന്നൊക്കെ പറഞ്ഞ് നീ പെണ്ണുങ്ങളെ ഇകഴ്ത്താനെന്ന് നിൽക്കേണ്ടടാ, ഞാൻ ജട്ടി ബാഡിയുടെ മറ്റേതാണ് എന്ന്. അപ്പം ഈ ജിൻഡോ കാക്കയുടെ ഒരു വിചാരം എന്തെന്നറിയാമോ? പെൺകുട്ടികളെ ഇകഴ്ത്താൻ ജട്ടി ബാഡി റിലേറ്റഡ് പറഞ്ഞാൽ മതി എന്നായിരിക്കും എന്ന ആ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് പ്രേക്ഷകരിലേക്ക് ജാസ്മിൻ കുത്തിക്കയറ്റാൻ നോക്കുന്നത്. അതായത് നീ ജട്ടി ബാടി, നീ മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭില്ലാണോടാ, എനിക്കതൊരു വിഷയമല്ലടാ, ഞാൻ അത് വലിയ കാര്യമൊന്നും, ഞാൻ അതിനെ റിവ്യൂ ചെയ്യുന്നവനാണോടാ, ഞാൻ അങ്ങനെയാണോടാ, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ കാക്ക പറയണ അതൊന്നും അല്ല കേട്ടോ. ജിൻഡോ കാക്ക പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അണ്ണം പുലിയാ, മാസ 2 ദിവസം 3 ദിവസം കുളിക്കാത്ത നിന്റെ ഇന്നർ അവിടെ കൊണ്ടുവച്ചാൽ ഞാൻ ചോറ് തിന്നുണ്ടേന്ന്. എടാ കരിവാട് പോലെ മണക്കൂലേ, നിനക്ക് അങ്ങനെ തിന്നൂടെ? കരിവാട് ഇഷ്ടമുള്ളവനാണെങ്കിൽ ഇറ്റ്സ് ഈസ് ഓക്കെ, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, അത് പോയിന്റാണ്, ഛർദ്ദിക്കാൻ വരും. അൻസിബയ്ക്ക് ഇനി ഈ കളിയിലെ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തം. കാരണം ഫുഡിന്റെ കാര്യത്തിൽ ഇവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന പരിപാടിയില്ല. കിച്ചൺ ടീമിൽ ഇവളുള്ളിടത്തോളം അൻസിബ ഇനി കളിക്കേയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ അവക്ക് ഈ മൂക്കക്കെട്ട സാധനം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അവൾ. അതിനകത്ത് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവൾ ഒന്നിലും സംസാരിക്കാതിരിക്കുന്നത്. എല്ലാവരും മുന്നിൽ ഉത്സാഹിച്ച് വോട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ അവരെടുത്തങ്ങ് വെളിയിലാക്കും. കാരണം അതൊരു വേസ്റ്റ് സാധനം, അത് അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മറ്റേ കുട്ടിയുടെ പേരെന്താണ്? ശരണ്യ. ശരണ്യ എന്നൊരു മാസീവ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഇവരെന്താ ഇതിനെപ്പറ്റി ഒരു സംസാരം നടത്താതിരുന്നു. ബിക്കോസ് ദർ ഇസ് നോ സബ്ജക്റ്റ് അറ്റ് ആൾ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഗബ്രി പിന്നെ ജാസ്മിൻ തമ്മിലുള്ള പ്രണയ രംഗങ്ങൾ. ഇനി അഥവാ ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ അല്ലേ, കിട്ടാക്കതുണ്ടല്ലേ, കൊതുക്കറിവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുമ്പള വരും. കാരണം അവളെ ക്യാരക്ടർ അതാണ്, അവൾ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് അസൂയാണ് തള്ളേ തള്ളേ, സ്ത്രീയേ സ്ത്രീയേ, നിങ്ങൾക്ക് അസൂയാണ് സ്ത്രീയേ, ഇതൊക്കെയാണ് അവളുടെ ഡയലോഗ്. അപ്പോൾ അത് പേടിച്ചുകൊണ്ട് തന്നെ ആരും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ പ്രസ്തുത വിഷയം. ബിക്കോസ് ഇത് ഹൈജീൻ ഇഷ്യൂ ആണ്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ റസ്മിൻ എന്തോ ഗുണ്ടയാ. സത്യത്തിൽ ജിൻഡോ കാക്ക ഇന്നലെ പറഞ്ഞത് ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു. ഒരു പൊടിക്കങ്ങ് അടങ്ങ്, നീ കുറച്ച് ടാലൻ്റ് ഉള്ള ആളാണെന്ന് ഞാനും സമ്മതിച്ചു, തർക്കമില്ല. കാരണം ഈ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചില നേരത്തെ ഒരു എക്സ്പ്ലെയിൻസും ഒരു രീതിയും ഒന്നും മോഹൻലാലിൻ്റെ ശരിയല്ലാത്തതുകൊണ്ട് മോഹൻലാലിന് ഒരു കൊട്ട് നീ കൊടുത്ത്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം നീ അവിടെ കിടന്ന് കാണിക്കുന്നത് വേവറാക്കി ചളമാക്കലാണ് മോളെ റിസ്മി. അത് ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. എന്തോടോ മിണ്ടായിരടോ, നിൽക്കടോ, നീ ആരടി ഓർഡർ ഇടാൻ? മര്യാദയ്ക്കുന്ന നിനക്ക് കൊള്ളാം, നീയും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അല്ലേ ജാൻമണി, അത് പടുക്കോ മടിയാണ്. ആരാ ഇപ്പം ജാൻമണി? I am a below class and I am not interested to stay with this third class people. I don't like third class people. ഇവൾ ഇസഡ് ക്ലാസ് ആണെന്ന് ഇവർക്ക് തന്നെ അറിയാൻ വയ്യ. ഏത് ക്ലാസ്സിൽ പെടുത്തുമെന്ന് ഇന്നും നിയമസഭയിലും ലോകസഭയിലൊക്കെ ചർച്ച നടക്കുന്ന ഒരു വിഷയത്തിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി വന്നിരുന്നാണ് നീ തേർഡ് ക്ലാസ് ആണെന്ന്. എന്തായാലും അവൾക്കൊരു പണി കൊടുക്കാനായിട്ട് മറ്റൊരു ട്രാൻസ് വിഭാഗത്തിലുള്ള ഒരാളെയാണ് അതിനകത്ത് ഇൻസൾട്ട് ചെയ്യണത്. സോ 100% ജാൻമണി പുറത്താക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. വൈറ്റ് കാർഡ് എൻട്രിയിലേക്ക് വരുന്നത് ഒരു ട്രാൻസും മറ്റൊരു ട്രാൻസുമാണ്. ട്രാൻസ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ പണ്ട് ആണും പെണ്ണും കെട്ടവനെ എന്നൊക്കെ പറയണ എന്തിനാണ്? പാഗൽ സ്പീക്ക് ഇംഗ്ലീഷ് തുമാര മാക്ക മതിയാടാ. അപ്പോൾ പ്ലീസ് ഇപ്പം ദയവ് എന്ന് വന്ന് വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് പോലെ ഞാൻ നല്ല അപരാധം പറയും. പോഴുന്നേറ്റ് ജാൻമണി, ജാൻമണി ഇല്ലാത്ത പ്രശ്നം അവിടെ കിടന്നുണ്ടാക്കിയാണ്. ഐ ആം ദ ബോസ്. ഒരു പട്ടികളും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പട്ടിച്ചാത്തനും ഒരു കുട്ടിച്ചാത്തനും ജാൻമണിയെ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പം ജാൻമണിയുടെ ഒരു വിചാരം, എന്നാൽ നമുക്ക് വേറൊരു വിക്ടിം കാർഡ് കാണിക്കാം. ഐ ആം എലോൺ, പീപ്പിൾ ആർ ടോർച്ചറിങ് മീ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ പറയും. എന്തൊക്കെയാണ് പറയുന്നത്? സത്യമായിട്ട് അവരുടെ മലയാളം, അവർ ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, മലയാളം പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് വന്നവർക്ക് അവിടെ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ് വിഭാഗം എന്ന് പറയുമ്പം അവർക്കൊരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ യൂണിറ്റിയിൽ നിന്ന് എന്തായാലും ഒരു ഇൻഫർമേഷൻ അവൾ കൊടുത്തു കാണും. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. ഒരു മരിച്ചുപോയ ഒരു കുട്ടിയില്ലേ, ഒരു ചെറുക്കൻ, പെണ്ണായിട്ട് പിന്നെ ചെറുക്കനായി കല്യാണമൊക്കെ കഴിച്ചിട്ട് മരണപ്പെട്ടതല്ലേ, ആ പയ്യനുണ്ടായിരുന്നത് ഒരു പക്ഷേ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തു വിട്ടിട്ടുണ്ടാവും. ഇവരുടെ വക്താവാണ്. ഈ ഒരു വിഭാഗത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പൊതുസമൂഹത്തിന് കാരണമാകുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. കാരണം അവരും ഒരു വ്യക്തിയാണ്, അവരുടെ പ്രോബ്ലംസ്, അവർക്ക് എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ട് പോകേണ്ട, ദേ ആർ ആൾസോ എൻ ഇൻഡിവിഡ്വൽ എന്ന ഒരു ഇത് കൊണ്ടുവരാനും നാദിറയെ വീട്ടുകാർ സ്വീകരിച്ചത് പോലും ബിഗ് ബോസിൽ വന്ന ശേഷമാണ്. അത് ഫിനാൻഷ്യൽ ബേസ് അല്ല,
അവർക്കത് റിയലൈസ് ചെയ്തു. മറ്റുള്ളവർക്കൊപ്പം പൊതുസമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ട്. സോ അവൾ നമ്മളുടെ കുഞ്ഞാണ്, നമ്മളത് അംഗീകരിക്കണം. അവളുടെ ആ ഫിസിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ആണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ ആ ഒരു വിഷയം അത് ഉൾക്കൊണ്ട് അതെൻ്റെ കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അവളുടെ അമ്മ അവൾക്ക് സംരക്ഷണം കൊടുക്കുന്നിടത്ത്, സംരക്ഷണം മീൻസ് വാട്ട്, അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് സൂപ്പറായിരുന്നു. ആ ഷോ സൂപ്പറാണ് ഫോർ ട്രാൻസ് വിഭാഗം. ബിക്കോസ് വേറെ ഒരിടത്തേക്കും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആ ഒരു കാര്യത്തിൽ ഞാൻ മലയാളം ബിഗ് ബോസിനെ സത്യമായിട്ട് സമ്മതിച്ചിരിക്കുന്നു. വെരി സൂപ്പറാണ്. എല്ലാ ഇതിനകത്തും ഒരാൾ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. പലർക്കും പകുതി വെച്ച് പോകേണ്ട ഒരു ഗതികേട് വരുന്നത് കൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണത്തേൽ സൂപ്പറായിട്ട് വന്നതായിരുന്നു. പക്ഷേ അതൊരു ചെറിയ പ്രോബ്ലം കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു. സോ ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഇവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇവർ സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് കാണിക്കാൻ. പക്ഷെ കൊണ്ടുവന്നൊരു 3rd ക്ലാസ് പെണ്ണുമ്പളെ ആയിപ്പോയി. അതാണ് കുഴപ്പം. സത്യം പറഞ്ഞാൽ ജാൻമണി ഒരു 3rd ക്ലാസ് ആണ്. സിഗരറ്റ് വലിക്കുന്ന ട്രാൻസ് എന്തുവാടെ ഈ കാണിക്കുന്നത്? ഈ സിഗരറ്റ് വലി എന്നതിൽ തന്നെ അത് തന്നെ ഒരു റോങ് മെസ്സേജ് അല്ലേ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ആണ്, അതൊരു റോങ് മെസ്സേജ് തന്നെയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ആൻഡ് ആദ്യമൊക്കെ എനിക്ക് തോന്നി അവരെ ടാർഗറ്റ് ചെയ്യണു, എല്ലാവരോടും അവരെ ആക്രമിക്കുന്നതായിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. തോന്നല്ല, അത് കറക്റ്റുമായിരുന്നു. കാരണം രതീഷ് പർപ്പസിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. സെയിം വിക്ടിം കാർഡും കൊണ്ട് ഗബ്രി എണ്ണം വന്നിട്ടുണ്ട്. ആർക്കെതിരെ എന്നറിയാം? ജിൻഡോയ്ക്കെതിരെ. തള്ള ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ജിൻഡോയ്ക്കെതിരെ പറഞ്ഞാലും ജിൻഡോ ഒരു ട്രെയിനറാണ്, പ്രത്യേകിച്ച് ജിമ്മിലെ ട്രെയിനറാണ്. അയാൾക്ക് പലരുടെയും തഴപ്പും മുഴപ്പും ഒക്കെ കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ജിമ്മ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ കെയർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പല രീതിയിലുള്ള ആംഗിളിലൊക്കെ അവരെ കാണേണ്ടി വരും. ആണും പെണ്ണിനെയും അങ്ങനെ തന്നെയാണ്. അപ്പോഴൊന്നും അങ്ങേർക്ക് പ്രശ്നമില്ല. അങ്ങേർക്കെതിരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്തടത്ത് ഇയാൾ എവിടെയോ തൊട്ടു എന്ന് പറയുമ്പോൾ നീ ആണാണോ പെണ്ണാണോടാ ഗബ്രി, നിന്നെ കണ്ടാലേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും എന്നുള്ളതൊരു സത്യമായ കാര്യം. ഗബ്രി ഒരു ഫേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, 2 എണ്ണം ഒന്ന് വിട്ട് നിൽപ്പുണ്ട്. കന്നിമാസം കഴിഞ്ഞ് 10ൻ്റെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അത് വലിയ പുണ്യം. പക്ഷെ അത് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ദ കമൻറ്റ്. ഇതാണോ പ്രശ്നം? കഴിഞ്ഞ സെറ്റായില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? വായിച്ചില്ലേ? എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ട്. കമൻറ്റൊക്കെ വായിക്കാം, ഇപ്പോഴല്ലല്ല, വായിക്കാം. ഓക്കെ, ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടു അതങ്ങ് മറന്നുപോയി. ഫിസിക്കൽ ട്രെയിനറായ അയാളെ പറ്റി ഗബ്രി ഇങ്ങനെ പറയുന്നുണ്ട്. ഗബ്രിയും അവളും പിരിഞ്ഞതിനകത്തുള്ള ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയാമോ? രാത്രി പോയി അവളെ ഉമ്മ വെച്ചു. അവളടുത്ത് എനിക്ക് ഒരു രീതിയിൽ പോലും അവളോട് ഒരു ലവ് അഫെയർ ഇല്ല എന്നൊക്കെ നമ്മുടെ റെസ്പിൻ്റെ അടുത്ത് വലിയ കാര്യത്തിൽ പറഞ്ഞ അയാൾ തന്നെ പോയി പറയണം, എനിക്ക് നിന്നോട് പ്രേമമല്ല, അതുക്കും മേലെ കാതലുക്കും മേലെ വേറൊരു സുനാഭിക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞൊരു ഉമ്മ കൊടുത്തപ്പോൾ തന്നെ ലവക്ക് കത്തി. 1-2 പ്രേമമല്ലല്ലോ, എക്സ്പീരിയൻസ് ടാക്സ് ബേബി, എക്സ്പീരിയൻസ്. ജാസ്മിൻ്റെ പ്രേമം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു സമുദ്രം പോലെയാണ്. എമ്മാതിരി പ്രേമങ്ങൾ. അവൾ പഠിച്ച സ്കൂളിലുള്ള കുട്ടിയും കോളേജിലുള്ള പിള്ളേരും ഒക്കെ വന്ന് പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ കോഴി ജാസ്മിന് ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോഴി ജാസ്മിനെ ഈ കാളവാല് പൊക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി അപ്പിയിടാനാണെന്ന്. അപ്പോൾ തീരുമാനമെടുത്തു, ഇനി ഇവനെ നീക്കി നിർത്തിയില്ലെങ്കിൽ വയറ്റിലാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ അത്യാവശ്യ പ്രിക്കോഷനൊക്കെ ഇല്ലാതെ അമ്മച്ചി അങ്ങോട്ട് പോകൂല, അത് വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ. പില്ല് ബോറടിച്ച് കാണും, പുള്ളിക്കാരത്തേക്ക് മടുത്ത് കാണും. അടുത്ത കോഴി അവൾ അവന് കിറാവി വരുന്നുണ്ട്. ഇനി അതിൽ ആര് പോയി ചാടുന്നു വീഴുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഗബ്രി ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗബ്രിയെ നീക്കി നിർത്തിയിട്ട് കളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പെൺകുട്ടികളുമായിട്ട് ഒന്ന് മിക്സ് ആവാൻ ഒരു ശ്രമം നടത്തിയതിൽ ശരണ്യ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. കഷ്ടം. വന്നല്ല ആശിക്ക് കഴുത, പോടാ മുറിയേണ്ടി അലവലാതി, അൽമൂഞ്ചി, തക്കാളി മോനെ മതിയാ. പിന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കുന്ന സിനാരിയോ കണ്ട. പക്ഷെ എനിക്കപ്പോൾ സങ്കടം തോന്നി കേട്ടോ, പാവം കൊച്ച്. അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ശരണ്യ ആള് പൂച്ചയായിട്ടൊക്കെ നിന്നെങ്കിലും സമയത്തിന് ഇത്തിരി പോലും കൂടിയ ഒരു ഇനമായിട്ടങ്ങ് മാറി, രാജവെമ്പാലയായിട്ട് മാറിയതായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരാളെ റൂമിൽ നിന്നൊക്കെ ഇറക്കി വിടേണ്ട കാര്യമുണ്ട്? ആ റൂമിൽ അവരിയ്ക്കണ്ട എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? അവരുടെ റൂമായിട്ട് അത് എഴുതിയൊന്നും കൊടുത്തിട്ടില്ല, പ്രമാണമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പക്ഷെ അത് സൂപ്പറായിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലായവർക്ക് മനസ്സിലാവും സൂപ്പറായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഹായ്, ഇറ്റ്സ് മീ ആര്യ. ഹായ് ചേച്ചി, ഹായ്.
നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ കഴുതേ, പോടാ തക്കാളി. ഒന്നും കൂടെ പറയാം, അല്ലെങ്കിൽ നിന്നെ ഇനി ഇരുത്തിയാൽ ഞാൻ കൂടുതൽ പറയും. പോന്നാറി. സോ പിന്നെ നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, എടുത്തു പറയേണ്ട ഒരു കാര്യം ജിൻഡോയുടെ ട്രാൻസ്ഫോർമേഷനാണ്. ജിൻഡോ ഒറ്റപ്പെട്ടോ എന്നുള്ളൊരു ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്ന് എനിക്ക് ഓൾമോസ്റ്റ് അത് ശരിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഒറ്റപ്പെടൽ നാടകമാണ് നടത്തിയതെങ്കിലും ആ ഒറ്റപ്പെടൽ നാടകം സക്സസ് ആക്കാൻ ബാക്കിയുള്ള മന്ദബുദ്ധികൾ കൂട്ടുനിന്നു കൊടുത്ത് ആൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അസുഖക്കാരി ശ്രീരേഖ ഒരുമാതിരി ഡാൻസ് കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒന്ന് വിളിപ്പിച്ചു. സത്യമായിട്ട് ശ്രീരേഖയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഒരു കൊഞ്ചല്, ഒരു കുണുങ്ങല്. സത്യമായിട്ട് എനിക്ക് ആ സ്ത്രീയെ കാണുമ്പോൾ അയ്യേ എന്ന ഫീലിംഗാണ്. സ്ത്രീ ആയി ഒരു വേറൊരു ട്രാൻസ്ഫോർമേഷനിൽ ഈ മുട്ടായി എടുത്തോണ്ട് പോട്ടെ എന്ന് ചോദിക്കുന്ന ബിഗ് ബോസ് പറയുന്നത്, എല്ലാം എടുത്തോണ്ട് പോയിക്കോ, ദാറ്റ് ഈസ് ഓൾ യുവേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിന് ഒരു മുട്ടായി, പിന്നെ ബിഗ് ബോസ് പിച്ചക്കാരനല്ലേ ഇവളൊരു മുട്ടായി അങ്ങോട്ട് കൊടുക്കാനായിട്ട് എന്തോന്നാ കാണിച്ചാണ്. ഇതൊരെണ്ണം ഞാൻ ബിഗ് ബോസിന് വിട്ടിട്ട് പോകുന്നു. എടി പൊട്ടത്തി, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അയാൾ ഒരു വോയിസ് മാത്രം തരുന്നതേ ഉള്ളൂ, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. നീ ഒരു മിഠായി എടുത്താൽ അവർ തല്ലിപ്പൊട്ടിച്ച് നുള്ളി പറക്കി എടുക്കൂ. ഇത്രയും ബോധമില്ലാത്ത അൽവാണത്തിനേക്ക് അതിനകത്ത് കൊണ്ടുവന്നിട്ടാൽ ഇതിൻ്റെ അപ്പുറം കേൾക്കേണ്ടി വരും. ഓക്കെ, ഹായ് ഷെഫി, ലുക്ക് സൂപ്പർ. അർജുൻ കുറച്ച് സൂപ്പറായിട്ട് വരികയായിരുന്നു. സത്യദീപം വാ തുറക്കാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വിന്നറായിട്ടുണ്ടാവുമായിരുന്നു. അർജുൻ പക്ഷേ ഇപ്പോൾ ഒരുമാതിരി ചൊരനാറി കളിയാണ് കളിക്കുന്നത്. റസ്മിൻ ഷൂട്ട് എവിക്റ്റഡ്. റസ്മിൻ്റെ ആക്ടൊക്കെ ഭയങ്കര ബോറാണ്. റസ്മിൻ ജാസ്മിനെയും ഗബ്രിയെയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ജിൻഡയുടെ നേൽ നടത്തുന്ന ആ അതിക്രമങ്ങളൊക്കെ തന്നെ ഭയങ്കര അപലപനീയമായ അതിക്രമങ്ങളാണ്. അത് ഭയങ്കര ബോറിംഗ് ആവുന്നുണ്ട്. പിന്നെ യമുന റാണി, ലോക വേസ്റ്റ് കൂറ തള്ള. 24 മണിക്കൂർ ആരെങ്കിലും ഒറ്റപ്പെടുന്നോ അവരെ ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തള്ള കേട്ടില്ലേ എന്താ? ബാക്കിയുള്ളവരൊക്കെ പിന്നെ എക്സ്പീരിയൻസ് കുറവാണെന്ന് പറയാം, കൊച്ചു പിള്ളേരൊക്കെയാണെന്ന് പറയാം. നീ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, നിനക്ക് അറിഞ്ഞൂടെ അവൾ പറഞ്ഞത് 3rd ക്ലാസ് എന്നൊക്കെ പറയുന്ന മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തൂടെ? നിന്നെ പിന്നെ എന്തിനാണ് അതിനകത്ത്, എന്ത് കൊക്കനാട്ടിനാണ് തള്ളയെ അതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ അവളെ പോയി തൊടുന്നു, തടവുന്നു, വിടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഈ ഇച്ചിരി മുട്ടയാണെങ്കിലും മൂട്ടപ്പൂച്ചി അതിനകത്ത് ഇരുന്നുകൊണ്ട് ചില വർത്താനം പറയുന്നത് ഞോറ. ഇനിയിപ്പോൾ എൻ്റെ തലയിൽ ഇത് വരുമോ എന്ന് തോന്നുന്നു. പിന്നെ അവൾക്കിങ്ങനെ ഇത്രയും പേടിയാണെങ്കിൽ പുറത്താകേണ്ടത് ആരൊക്കെയാണെന്ന് അറിയുമ്പോൾ നോറ, ദ വെരി ബിഗിനിങ് നോറ പുറത്താകണം. കരച്ചിൽ കണ്ടുമടുത്തു. തലയിൽ കിണറുള്ള ആദ്യം അവളെ വ്യക്തിയാകണം. 2 ജാൻമണി, ഷീസ് നോൺസെൻസ് എന്നല്ല പറയാം, അട്ടർ നോൺസെൻസ് ആണ് ആ സ്ത്രീ. 3 യമുന റാണി, പബ്ലിക് വേസ്റ്റ്. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാനുള്ളൂ. ശരണ്യ, ഒന്നിനും കൊള്ളാത്തൊരു സാധനം. അൻസിബ, ദ ബെസ്റ്റ് ഗസ് ബിസ്സു. അവൾ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് ഇവിടെ വേണ്ട എന്നുള്ളത്. ഇനി ആരാ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതു. കാണാതെ ചന്തവും കോലും ഒക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് പാർട്ടിസിപ്പൻസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഓക്കെ ആയിരുന്നു. നോ, ഇന്നസെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഋഷിയാണ്. അവൻ റിയാക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി ഇത്രയും പേരും മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷുഡ് ഗോ ഔട്ട്. പുതിയ ആൾക്കാർ വരട്ടെ. 2 പേരെയൊന്നും കൊണ്ടൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ അണ്ണൻ അരിയണ്ണൻ അതിനകത്ത് കയറുന്നുണ്ട്. ജാസ്മിൻ്റെ വായിരിക്കുന്ന അത്രയും അവൻ കേട്ട് പിടിക്കുമോ, നല്ല രസമായിരിക്കും. നിങ്ങൾ ആരും ജാസ്മിനെ പുറത്താക്കരുത് കേട്ടോ, പ്ലീസ്. ഗെയിമാണ് അത്, നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ കൊച്ചിന് ഞാൻ വോട്ട് ചെയ്യും, പ്ലീസ്. അവൾ അവിടെ ഇരുന്നോട്ട്. അവൾ അവിടെ ഉണ്ട്, നമ്മുടെ അരിയണ്ണനും അവിടെ ഉണ്ടെങ്കിൽ കിട്ടുക്കാഴ്ചയായിരിക്കും. പിന്നെ സീൻ മാറും, വേറെ ലെവലാകും. സിജോയും കൂടെ ആഡ് ആവണം. ശിവനെ, എന്തായിരിക്കും ഇവിടെ? യൂട്യൂബേഴ്സിൻ്റെ ഒരു മഹാപ്രളയമാണ് അവിടെ. അടിപൊളിയായിരിക്കും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. എന്തായാലും ഇവർ 3 പേരും ഒന്നുകിൽ സുഹൃത്തുക്കളാകും, അല്ലെങ്കിൽ 2-3 പേരും കൂടെ അലച്ചൻ്റെ അടി ഗുസ്തി ബുശയായിരിക്കും എന്നുള്ളതിൽ ഗ്യാരണ്ടീഡാണ് ഞാൻ. അപ്പം അത്രയേ ഉള്ളൂ. ചേച്ചി സുഖമാണ്? ഭയങ്കര സുഖമാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് കേൾക്കണം. വോയിസൊക്കെ കേട്ടാൽ ചിലപ്പം ഈ വിക്കോസ് പറയും എൻ്റെ വോയിസൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് നിൻ്റെ ഇതിനകത്ത് റവന്യൂ ഒന്നും തരാകത്തില്ല, ഓർഡർ ചെയ്യുന്നു. എനിക്കതൊന്നും കേൾക്കാൻ വയ്യ. ഞാനേ ആ വോയിസ് ഒന്ന് ക്ലേപ്പിക്കാം. എന്തറോ മകനു ബാബഞ്ഞു. പറഞ്ഞ അതേ വേട് ഞാൻ തിരിച്ചു പറയണത്. നിന്നോട് പണിഷ്മെന്റ് അവള്
ആ സമയം നോക്കി ഗബ്രി പിടിച്ചു വെച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു കൊല നടന്നതിന് അറിയാമോ? ടെററാണ് ജാസ്മിൻ, ടെററിസ്റ്റാണ് ജാസ്മിൻ, ടെററാണ് ജാസ്മിൻ. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹിണിയാണ് അയാൾ തൊട്ടുണർത്തിയത്. ഇത്രയും ദിവസം അതവളുടെ ഉള്ളിൽ കിടന്ന ഷക്കീലയാണ് അവർ തൊട്ടുണർത്തിക്കൊണ്ടിരുന്നത്. ആ ഷക്കീലയുടെ പാരമ്യതയിൽ അവൾ കാണിച്ചതെല്ലാം സെക്ഷുവൽ നീഡ്സ് ആയിരുന്നു. ഇപ്പോൾ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സെക്ഷുവൽ ഫ്രസ്ട്രേറ്റഡായ, ഇടിച്ചു താഴ്ത്തപ്പെട്ട ഒരു സിംഹിണിയെ ഉയർത്തെഴുന്നേറ്റ മറുരൂപമാണ് കൂട്ടുകാരെ നിങ്ങൾ കണ്ടുള്ളൂ. എന്തുവായിരുന്നു വിച്ചേ വിച്ചേ വിച്ചേ? എടി, ഇംഗ്ലീഷിൽ തെറി വിളിച്ചാലും മലയാളത്തിൽ തെറി വിളിച്ചാലും നിന്റെ ഉള്ളിലുള്ള വെറും വൃത്തികെട്ട സാധനമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നീ ബോത്ത സൈഡ് മാത്രം മട്ടിക്കാണെന്ന് തെളിയിച്ച് ടാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. എന്തായാലും എൻ്റെ വീട്ടുകാർക്കൊരു സമാധാനമായി. ഞാൻ പോയി ഈ കൂറച്ച് കല്യാണം ആലോചിച്ചത് പറഞ്ഞ് വീട്ടിൽ എന്നെ എടുത്ത് ഏറി കയറ്റിയത് മാത്രമല്ല, എന്നെ ഇനി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എടി, നീ കൂറച്ചിയാണ്, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തതെന്ന് ഞാൻ തീരുമാനിച്ച് അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് മമ്മി പറഞ്ഞു, ഒരു പെൺകൊച്ചിനെ ഇങ്ങനെയൊക്കെ കളിയൊക്കെ പാടുണ്ടോ? അതൊരു പെൺകുട്ടിയല്ലേ? നമ്മുടെ വീട്ടിൽ വിവാഹപ്രായമായ കുട്ടികളില്ലേ? ഇതിനെയൊക്കെ പോയി ഇങ്ങനെയാണോ കളിയാക്കണം? എൻ്റെ മോനെ കെട്ടിക്കാൻ നിനക്ക് വേറെ നോക്കിക്കൂടെ? ഇവിടെ കൊച്ചുങ്ങളില്ലേ? നീ എന്തിനാടി പോയി അങ്ങനെ ചോദിച്ചെന്നെങ്കിൽ എൻ്റെ മമ്മിയുടെ ചോദ്യം. എൻ്റെ മമ്മിയുടെ ചോദ്യത്തിനുള്ള ആൻസറാണിത്. ഭൂലോക കൂറച്ചിയാണ് മമ്മി, അത് ഭൂലോക കൂറച്ചിയാണ്. ഞാനൊരു പേച്ചിന് ചോദിച്ചതാണ്, ഒരു സ്പീക്കറിനെ ചോദിച്ചതാണ്. ആ ചോദ്യത്തിൽ എൻ്റെ ശിവനെ, എൻ്റെ കുട്ടിയുടെ മാനം അഭിമാനം എല്ലാം പോയി. ചരുക്കൻ എൻ്റെ മോളെ, ആ സാൻമണി പറഞ്ഞതാണ് കറക്റ്റ്. ഡിസഡ് കാറ്റഗറിയിലുള്ള ഒരെണ്ണമാണ്. യാത് കാറ്റഗറി? മറ്റേ കാറ്റഗറിയല്ല, ഏറ്റവും താഴെയുള്ള ഗ്രേഡിലുള്ള ആളാണ് നീ. പൊന്നു മോളെ, വാപ്പ മീൻകാരനായിരുന്നല്ലേ? ഞാൻ മീൻകാരികളൊന്നും പറയുന്നില്ല, വേണ്ട. സത്യത്തിൽ ഞാൻ തെറി പിടിച്ചത് മീൻകാരികളിൽ നിന്നാണ്. അത് ഞാൻ പമ്മിച്ച്. വർക്കല ബേസ്ഡ് ആയിട്ടുള്ള നല്ല മീൻ മാർക്കറ്റിൽ ഇരിക്കുന്ന പെമ്പിള്ളേരുടെ അടുത്ത് പോയിട്ട് 200 രൂപയുടെ മീൻ 10 രൂപ എന്ന് പറയാം. അവൾ വരുമ്പോൾ അച്ഛനും ഉമ്മയ്ക്കും അമ്മയ്ക്കും അപ്പം ഇതിയൊക്കെ വിളിക്കും. റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് കാണാപ്പാടം പഠിച്ചാണ് ഞാൻ തെറി പിടിച്ചത്. എന്തായാലും നിനക്ക് ആ ഭാഗ്യം ഉണ്ടായി. കാരണം എൻ്റെ വാപ്പച്ചി തന്നെ നല്ലൊരു മീൻകാരനല്ലേ, നല്ലൊരു പാച്ചി കാണും. വിട്ടായി ഇവൾ എന്തൊക്കെ പറയും ശിവനെ. ഇവള് വിചാരിച്ച ഇംഗ്ലീഷിൽ നമുക്കിട്ട് തെറിച്ച അതാണ് ശശിഷൻ. വിച്ചേ. പിന്നെ ഒരു കാര്യമുണ്ട്, നന്നായി സുഖിപ്പിച്ചാൽ തൻ്റെ റസീനയെ കണ്ടില്ലേ, ഇപ്പം ഇരുന്നുണ്ട്. അവളെ വിച്ചെന്ന് വിളിച്ചതാണ്. അവളെ മക്കളെ വരെ തെറി വിളിച്ചു. എന്നിട്ട് ഇപ്പോൾ അവള് ഷീസ് മൈ ബെസ്റ്റി, ഷീസ് മൈ ഡാർലിങ്, ഷീസ് മൈ ഡാർലിങ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് അവളുടെ ക്വാളിറ്റി. ഇറങ്ങി വരുമ്പം ഈ എതിർത്തവരൊക്കെ തന്നെ ഇത്താത്താ ജാസ്മി ഇത്തുസേ ഞങ്ങളുടെ ഇസ്ലാമിയത്തിൻ്റെ മറ്റേ വക്താവാണ് ഇവൾക്ക് ഇസ്ലാമിയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ വിചാരിച്ചു ഇസ്ലാമിൽ ആണുങ്ങൾ മാത്രമേ കോഴിയുള്ളൂ. കോഴി ജാസ്മിൻ, എത്ര പേരടി നിനക്ക്. കോഴി ജാസ്മിൻ, മുക്കട്ട ജാസ്മിൻ, തുപ്പൽ ജാസ്മിൻ, കുളിക്കാത്ത ജാസ്മിൻ. സായി അണ്ണൻ വണ്ടി ബിഗ് ബോസിനകത്ത് കയറ്റുമോ? അങ്ങേര് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങൂല. അത് ശരിയാണല്ലേ. ഒരു കാര്യമുണ്ട്, ഇവൻ പറഞ്ഞതല്ലേ വണ്ടിക്കകത്ത് ഇരിക്കുക, അവൻ സ്റ്റിയറിംഗ് കെട്ടിപ്പിടിച്ച് കയറി ഇരിക്കും, ഇനി ഇറങ്ങത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഇവ ഇറങ്ങണ ഇവനെ തട്ടു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവന് ഞാൻ തട്ടും, കയറണം അതിനകത്ത്. ബിഗ് ബോസ് റിവ്യൂ അല്ലാതെ വേറൊരു വീഡിയോ ഞാൻ ഇടത്തില്ല ഇവ അതിനകത്ത് ഉണ്ടാക്കി. അത് ഞാൻ തീരുമാനിച്ചു. 1 അവർ വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് മൈ ചാൻസ്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. മോനെ അർഷാദ് മുറിയേണ്ടി അപ്പുറത്തോട്ട് പോയിരുന്ന് കരഞ്ഞോ? എൻ്റെ ഉമ്മച്ചി പറയുന്ന കണക്ക് തന്നെയാണ് ഞാൻ പറയണത്. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ തള്ളയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. അവളുടെ ടോൺ കേട്ടിട്ട് കസ്തൂരി വല്ല കുലപ്പുള്ളി ലീലയെ ഓർമ്മ വരുന്നു. അതല്ലടേ, സത്യമായിട്ട് അങ്ങനെയൊന്നും പറയരുതടേ, കഷ്ടം. അവൾക്ക് ദേഷ്യം വരത്തില്ലേ? അവളെ ജെട്ടിയും പാടിയുടെ കാര്യമാണ് പറയണേ. ഈ പുറത്തിറങ്ങുമ്പോഴത്തേക്കല്ലേ സാൻമണി കാണിച്ച ഒരു സാധനം ഉണ്ട്. ഇവളിങ്ങനെ ചാടിപ്പാടി ആടിപ്പാടി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് പോയി നോക്കിയാൽ കാണാം. ആടിപ്പാടി ഇങ്ങനെ പോവുകയാണ്, ടിങ്കിട്. ജാൻമണി ഇവള് പാസ് ചെയ്യുമ്പോൾ തന്നെ മൂക്ക് ചൊറഞ്ഞതല്ല, മടത്തതാ, അവക്കറിയത്തില്ല. കൂടെയുള്ള റസ്മീൻ പറയുന്നുണ്ട്, എൻ്റെ പൊഞ്ഞാളെ ഡെയിലി കുളിക്കണടിച്ച് നാറ്റമുണ്ട് എന്ന് തുടങ്ങുന്നതിന് ഞാൻ കുളിച്ചില്ല, എനിക്ക് കുളിച്ചത് ഇഷ്ടമില്ല. ഈ വെയിലത്ത് നിൽക്കുമ്പോൾ വിയർക്കത്തില്ലേടേ? അവിടെ നടക്കുന്ന ഈ ടാസ്കിലൊക്കെ തന്നെ വിയർപ്പ് വരത്തില്ലേ? വേറെ അവളുടെ വീട്ടിലൊരവസ്ഥയല്ലല്ലോ. അവിടെ ജോലികൾ ചെയ്യുന്നുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഡ്രസ്സ് മാറണം, വിയർക്കുന്നുണ്ട്. ഒന്ന് കുളിച്ചാൽ എന്താണ് കുഴപ്പം?
ബിഗ് ബോസ് വിളിച്ചാൽ ഷെഫീനെ കൂടി ബിഗ് ബോസിൽ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, റൈറ്റ് വേ 100%. എനിക്ക് ഇഷ്ടമില്ല സത്യമായിട്ട്. ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, നിങ്ങൾ എന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യരുത്. ഈ വെറ്റുകളെല്ലാം അതിനകത്തുള്ളപ്പോൾ ഞാനും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ പരൂലെന്ന് പറഞ്ഞു ഇല്ലേ, ഇനിയിപ്പോൾ നാണം കിട്ടി ചോദിക്കാൻ പറ്റൂ. എന്നാലും ബിഗ് ബോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോ പ്ലീസ്. ഇവരവിടെ ഉണ്ടെങ്കിൽ ഞാനും അവിടെ വേണം, എന്നാലും ഒരു ഗുമ്മുള്ളൂ. എന്നെയും കൂടെ കൊണ്ടുപോയാൽ നമ്മളിത് പൊളിച്ചടുക്കും. എന്നെയും കൂടെ ഒന്ന് കണ്ടുപോ ബിഗ് ബോസ് പ്ലീസ്, റിക്വസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ക്ഷമിപ്പിക്കൂ. എന്നെ വൈറ്റ് കാർഡ് എൻട്രിയിൽ അരിയണ്ണനുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകണം, ഞാനും വരും. എന്നെയും കൂടെ കൊണ്ടുപോകണം. സത്യമായിട്ട് എനിക്ക് വരണം, എനിക്ക് വന്നേ പറ്റുള്ളൂ, എനിക്ക് വരണം. എന്നെ കൊണ്ടുപോയാൽ എനിക്ക് ഒരു പൈസയും തരണ്ടെങ്കിൽ, നിങ്ങൾ ഇവറ്റകൾക്കൊക്കെ കാശ് കൊടുക്കുക, എനിക്കൊരു പൈസയും തരണ്ട, ഞാൻ വരാം പ്ലീസ്. എന്നെയും കൂടെ കൊണ്ട് എന്നെ വൈറ്റ് കാർഡ് എൻട്രിയിൽ അകത്താക്കൂ പ്ലീസ്. താത്ത അവളെ വിളിച്ച് കീറണം. ഇനി അവള് ബൂട്ടി വ്ളോഗ് ഇടട്ട. അയ്യേ, എൻ്റെ പൊന്നു മോളെ സുഷ്മിത ഗുപ്ത, ഇതൊന്നും നടക്കണ കേസല്ല. അവൾ ഇനിയിപ്പോൾ തീട്ടന്മാരി മുഖത്ത് വെച്ചിട്ട് പറയും ദിസ് ഈസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ പെമ്പിളരെല്ലാം കൂറച്ചികൾ തീട്ടന്മാരി മുഖത്ത് തേക്കും. അത് മുഴുക്ക ക്രീമാണ്. സ്കിൻ ടോണിൽ കിട്ടുന്ന നല്ല കളർ പൗഡർ വാരി തേച്ചിട്ട് അവൾ കാണിക്കുന്ന പേക്കൂത്തിന് ഇവറ്റകൾ പോയി നിന്ന് കൊടുക്കുന്നു. അപ്പോൾ മോഹം വാഷ് ചെയ്യുന്നില്ലെന്ന്. വാഷ് ചെയ്താൽ പോലും സ്കിൻ ടോണിലുള്ള ചില പൗഡേഴ്സ് പോകത്തില്ല. അത് നോക്കിക്കോ, അന്ത്യകൂതാശ ഏത് രീതി വരുമെന്ന് അപ്പോഴറിയാം. ടാങ്കോ ഗേൾ ജാസ്മിൻ ചേച്ചീൻ്റെ ചങ്കല്ല്. പിന്നെ എൻ്റെ സ്വന്തം ചന്തി അവള്, അറിയത്തില്ലേ? അവളെന്തിനാ കുളിക്കുന്നേ? കൂടെയുള്ളവർ മൂക്കി സ്പ്രേ അടിച്ചാൽ പോരെ? അതൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ചെയ്യേണ്ട ഒരു കാര്യം, അത്യാവശ്യം മൂക്കിലടിക്കാനുള്ള സ്പ്രേകൾ അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കുക, ബാക്കിയുള്ളവർ സുരക്ഷിതമായിരിക്കട്ടെ. എന്തായാലും ഇന്ന് കൊടുത്തത് സൂപ്പറായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ജിൻഡോ പറഞ്ഞതൊരു പോയിന്റാണ്. നമ്മൾ ആഹാരം കഴിക്കുന്ന സ്ഥലത്തേക്ക് 2-3 ദിവസം മുമ്പ് ഇട്ട ജെട്ടിയും പാടിയും കൊണ്ട് വെച്ചാൽ ആഹാരം ഇറങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ കൂടുതലൊരു ഇൻസൾട്ട് ഇനി കിട്ടാനില്ല. എടി, ഇന്നലെ നീ നോറയുടെ പേൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ പെണ്ണ് വളരെ ജെനുവനായിട്ടല്ല നിനക്ക് മറുപടി തന്നത്. അത് ഇവളുമാർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു മനസ്സാക്ഷി വേണ്ടേ? ആ പെങ്കൊച്ചിനെ പറഞ്ഞപ്പോൾ ഒരു മനസ്സാക്ഷി എടുത്ത് നിന്റെ തലയിൽ പിന്നെ പേനില്ലെന്ന, നിന്റെ സർവ്വരോമത്തിലും പേനുണ്ടടി, തലയിൽ മാത്രമല്ല സർവ്വരോമത്തിലും നിനക്ക് പേനുണ്ട്. അത് പിന്നെ നമ്മൾ പറഞ്ഞില്ല. ഞാനായിരുന്നു എഴുതേറ്റെന്ന് പറഞ്ഞ, എടി താഴത്തെ പൂടയിൽ വരെ പേനുള്ളവളെ നീ എൻ്റെ പേരിനെ പറ്റി പറയണം. അവൾ അവിടെ അങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പൊന്ന് ബിഗ് ബോസേ, അവക്കെതിരെ റിയാക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്ലീസ് എന്നെ അതിനകത്ത് കൊണ്ടുവന്ന് കുത്തിയിരുത്തൂ. ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെ ഉണ്ടാകണം ഒരു മത്സരാർത്ഥി എന്ന് ഞാൻ കാണിച്ചു തരാം. സാരമല്ല, വിളിച്ചാൽ പോകണം. 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച. ബി വിളി. എനിക്ക് 10 ദിവസം വേണ്ട, എനിക്ക് 7 ദിവസം വേണ്ട, ഒരു 5 ദിവസം കിട്ടിയാൽ മതി. ഓൺലി 5 days. ഞാൻ പുറത്തെ ഒരു കാര്യവും പറയത്തില്ല, പുറത്തെ ഒരു ഇതുമില്ല. ഈ ബിഗ് ബോസ് എന്ന സാധനത്തിനെ പറ്റി ഞാൻ ഒന്നും, എനിക്കൊരു 5 days അതിനകത്ത് കിട്ടണം, ഇവന്മാരുടെ ഇടയിൽ കിട്ടണം. അതാണ് വേണ്ടത്. ഇനി അവൾ വന്നാൽ ഒരു കരച്ചിലുണ്ട് താത്ത, വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എൻ്റെ പൊന്നോളെ ഇനി വന്നാൽ കരയണത്, എൻ്റെ പൊന്നിന് സ്കൂളിൽ പോകാൻ പറ്റണില്ല. സ്ത്രീയെ എൻ്റെ പൊന്നിന് സ്കൂളിൽ പോകാൻ പറ്റുന്നത്, എൻ്റെ പൊന്ന് ആത്മഹത്യ ചെയ്യും. ഞാനും എൻ്റെ ഉപ്പച്ചിയും അപ്പച്ചിയും അത്തച്ചിയും എൻ്റെ ഉമ്മച്ചി അയലോകത്തൊക്കെ അക്കച്ചിയും എല്ലാ കക്കന്മാരും കൂടെ ചേർന്ന് സൂയിസൈഡ് ചെയ്യും. എന്നെ മനസ്സിലാക്കുക, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഗബ്രിയോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എൻ്റെ മലയെ പിടിക്കല്ലെന്ന്. പക്ഷെ ഗബ്രി പിടിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ? അവൻ പെട്ടെന്ന് വന്ന് ഉമ്മ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ തുടച്ചു കളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ തുടച്ചു കളഞ്ഞു. പക്ഷെ അവനാണ് എന്നെ നിർബന്ധിച്ചത്, ചെയ്യിച്ചത്. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നീ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിരുന്ന എന്തിനാന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. ഉടനെ അവള് പറയും, ഡ്രസ്സിംഗ് റൂമിൽ ഡ്രസ്സ് മാറാൻ കയറിയതാണ്, അവൻ ഒളിച്ചു നോക്കാൻ വന്നത്. ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ വേറെ ആരെയും പരിചയമില്ല. എൻ്റെ കംഫർട്ട് സോൺ എൻ്റെ ഗബ്രിക്കാക്കാണ്. അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. എനിക്കൊന്ന് നമ്മുടെ റിവ്യൂ കണ്ടിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കണം. ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേട്ടോണ്ടാണ് ഗബ്രി പിന്തിരിഞ്ഞത്. സുനാ മുറിക്കണമെന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട? സുനാ മുറിപ്പ് വന്നപ്പോഴത്തേക്ക് എന്നെ മറി. സുനാന്ന് മുറിക്കണ്ട, അത് സുന്നത്താണ്, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഗബ്രിയണ്ണ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ പറയാം, നീ ചെയ്യരുതടാ, മാറിയില്ലടാ, കുഴപ്പമില്ല, ഓളെ തന്നെ സെറ്റാക്കിക്കോ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇതാക്കിയിട്ടുള്ളതാണ്. ഇപ്പം നീ ജിൻഡോയെ പറയണത് പച്ച അപരാധമാണ്, ഭയങ്കര ബോറിംഗ് ആണ്, തെറ്റായ ഒരു നടപടിയാണ്. അവൻ നിന്നെ സെക്ഷുവലി നോക്കിയിട്ടുണ്ടെങ്കിൽ നീ ആ സാധനമാണ്. അതുകൊണ്ടാണ് പോടാ. ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ജാസ്മിൻ്റെ മുഖം മൂടി വലിച്ചു കീറണം. അതിനി എന്തൊരു കീറായിരിക്കുന്നു അവളെ, മൊത്തം കീറി കിടക്കണേ. നമ്മളിനി എന്ത് കീറായി? This task was created for Jasmine and Gabri. Big Boss is cheating other contestants. എന്ത് ടാസ്ക്? അഫ്സൽ എസ്കേപ്പ്. അഫ്സൽ രക്ഷപ്പെട്ടു. ഹായ് ക്ലിക്കൂടെ. ഏത് ടാസ്ക്?
അയ്യോ ഒരുപാട് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഏത് ടാസ്ക് എന്ന് പറ ചേച്ചി. അവിടെ എവിടെയാ പേനുള്ളത് മോളെ? കുളിച്ച് നനയ്ക്കാൻ ചെയ്യാൻ തരുന്ന അവിടെയും പേൻ വരും, അവക്ക് വരും. ഹായ് ഷെഫീന. ഇനി അവള് വന്നാൽ ഒരു കരച്ചിലുണ്ട്. എടേ ഏത് ടാസ്കിന്റെ കാര്യം പറയണേ? മനസ്സിലായില്ല കേട്ടോ, ഒന്നും കൂടെ പറഞ്ഞല്ലോ. ഓക്കെ, ദിസ് ടാസ്ക് ചേച്ചി ബിഗ് ബോസ് ഇപ്പോൾ മൊബൈൽ ചാർജിങ്. ആ കുഞ്ഞുവാവയാണ്. ഇല്ല, അവർ നല്ല സെപ്പറേറ്റ് ആയി നിൽക്കുകയല്ലേ. ഇല്ലല്ലല്ല, അവർ സെപ്പറേറ്റ് ആയി എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ അവരധികം അടുക്കുന്നില്ലല്ലോ. അവനും അടുക്കുന്നില്ല, അവളും അടുക്കുന്നില്ല. ഞാനതല്ലേ പറഞ്ഞത്. അവനെ പിണക്കാതെ അവൾ മാറിയത് കൊണ്ട് സേഫ്. അവനെ പിണക്കിയിട്ടാണ് അവൾ മാറിയിരുന്നെങ്കിൽ ഗബ്രിയോവിന് പണി കൊടുത്തേനെ. അത്യാവശ്യം ഉമ്മയൊക്കെ കൊടുക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മിക്സഡായി ഒരുപാട് നേരം ഇരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെ ക്യാമറ അവരുടെ ദേഹത്തുനിന്ന് മാറ്റി പിടിച്ചത് തന്നെ ബിഗ് ബോസിനോട് നന്ദി പറയണം. കണ്ട് കണ്ട് മടുത്തിട്ടാണ് പ്രണയ നീനേ പിന്നെ മറ്റെന്ത് അതേ എന്താണ് ഡിപ്പൂണിതമാനത് ഇതൊക്കെ മാറിയില്ലേ? സൗദിയിൽ ഇന്ന് ലൈവായിട്ട് കാണുന്നു. കുറേ ചിരിച്ചു. ആണോ ചേച്ചി? ജിൻഡോ ഫാനാണോ? അല്ല ജിൻഡോ ഫാൻ അല്ല. ലൈവ് ഓക്കെ. ഞാൻ റണ്ണിങ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഞാനത് ശേഷം പോകും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വരാം കേട്ടോ. തൽക്കാലം എത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും ഈ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ്. ജാസ്മിൻ്റെ ഒപ്പം കോമ്പറ്റീറ്ററായിട്ട് പോകുന്നത് മറ്റൊരു ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് ഒരാളുണ്ട്. നമ്മുടെ നായിൻ്റെ പേരെന്താണ്? അരിയണ്ണനുണ്ട്. അരിയണ്ണൻ ഓൺ ഫയർ. അരിയണ്ണൻ ഓൺ എയർ. ഫയർ എയർ ആവാതിരുന്നാൽ മതി. ചെന്ന് കയറണം. ജിപ്പാണം, ഞാൻ പിറകെ വരണം. നീ കൂട്ടിക്കോ. ഞാൻ റിക്വസ്റ്റ് ചെയ്തെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് വരും. ഞാൻ വരുന്നിരിക്കും. ഞാൻ മിക്കവാറും 1 ലോഡ് ബുർക്ക ജാസ്മിൻ വാങ്ങും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ. അസ്ല ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. അതിര അസ്ല ഇൻഫ്ലുവൻസർ ആണ്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ അവയർനെസ് ആ കുട്ടി കൊടുക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അവൾ ഇൻഫ്ലുവൻസർ ആണ്, അല്ല എന്ന് പറയണ്ട. പിന്നെ ജുഞ്ചിക്കയുമായിട്ടുള്ള ഒരു കാണിപ്പ്, ബിക്കോസ് ഷീ വോണ്ട് ടു ഷോ സമ്മോൺ, അതുകൊണ്ടാണ് ആ കോലാങ്കൊക്കെ കാണിച്ചത്. അതുകൊണ്ട് അല്ല. പിന്നെ അവളുടെ ആറ്റിറ്റ്യൂഡ്, അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ലൈവിലെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അസ്ല എന്തുകൊണ്ട് അത്തരം ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് അവളുടെ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ അവൾക്ക് ഉണ്ട്. അതുമുണ്ട് കേട്ടോ. അതും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിക്ചർ അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അസ്ല എങ്ങനെ ചെയ്തത്. ഷീസ് എ ഇൻഫ്ലുവൻസർ. അവളുടെ ഇൻഫ്ലുവൻസും അവളുടെ കോണ്ടാക്ട്സും ഉപയോഗിച്ച്, അവളുടെ പ്രൊമോഷനും ഉപയോഗിച്ചൊക്കെ തന്നെയാണ് ജാസ്മിൻ മുന്നോട്ട് വന്നത്. റീസണും കൂടെ പറയാം. അത് എന്നോട് പറഞ്ഞ റീസണാണ്. അതിൻ്റെ എക്സാക്ട് റീസൺ എനിക്കറിയത്തില്ല. ചില ക്രീമുകളൊക്കെ അവൾക്ക് താല്പര്യമില്ല. ബിക്കോസ് അവൾ യൂസ് ചെയ്യാൻ കൊടുത്ത് 1 മാസം 2 മാസം കഴിഞ്ഞാണ് ഇതിൻ്റെ റിവ്യൂ ഇടേണ്ടത്. ഈ സാധനങ്ങളിൽ അവൾക്ക് താല്പര്യമില്ലാത്ത സാധനങ്ങൾ അവൾ പാസ് ചെയ്തിരുന്നത് ജാസ്മിനാണ്. അതിന് വേണ്ടിയിട്ടാണ് അസ്ലയുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ അവൾ കൊണ്ടുവന്നത്. 1 മിനിറ്റുള്ള വീഡിയോയ്ക്ക് 35,000 വെച്ചാണ് അവൾ ചാർജ് ചെയ്യുന്നത് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയോ അതിൻ്റെ അക്സെപ്റ്റൻസോ നോക്കാതെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസ്ല ഉപേക്ഷിച്ച ക്രീമിൻ്റെ ഇതെടുത്തതാണ് ജാസ്മിൻ. അതാണ് വൈറലായ സാധനം. ആ സമയത്ത് ഞാൻ അതിനകത്തില്ല എന്ന് അസ്ല പറയാനുണ്ടായ കാരണം, ആ ക്രീമിൻ്റെ യൂസേജുമായി അവരവിടെ ചെന്നിരുന്നു. ജാസ്മിൻ നോ എന്ന് പറഞ്ഞു. അസ്ല നോ എന്ന് പറഞ്ഞു. അസ്ല നോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ജാസ്മിൻ അത് കയറി എടുത്തത്. ഒരു പക്ഷേ എയറിലേക്ക് വന്നാൽ അസ്ല സജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് എടുത്തത് എന്ന് പറയും എന്ന ഭയത്തിലാണ് ഇൻ അഡ്വാൻസ് ആയി അസ്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സോ അസ്ല വേണ്ട എന്ന് പറഞ്ഞ ആ ക്രീം ഇവളെടുത്ത് ചെയ്തു. ഒത്തിരി പേരുടെ കിഡ്നി പോയി എന്നുള്ളതാണ് വസ്തുത. അസ്ല സേവ്ഡായി ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അസ്ലയോടൊപ്പം ഉറച്ചു നിൽക്കുന്നത് കേട്ടോ. വൈറ്റ് കാർഡ് തേങ്ങ ഉണ്ടാക്കും. തേങ്ങയൊന്നും ഉണ്ടാക്കത്തില്ല, നോക്കാം. ഹായ് പറയുമ്പോൾ ചേച്ചി പ്ലീസ്. ഹായ് സബീന റിൻസു. ഋഷി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു ഇന്നസെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ജാസ്മിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുണുവാവ ജാസ്. ജിൻഡോൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയൂ. സൂപ്പറല്ലേ? അയാൾ പൊളിക്കുന്നുണ്ട് കേട്ടോ. മണ്ടനല്ല, അയാൾ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണ്. അയാൾ മണ്ടനൊന്നുമില്ല. ശരിയേ, കുറച്ച് കഴിഞ്ഞ് കാണാം വീണ്ടും. ബൈ. ഞാൻ പോയി കാണട്ടെ.